ടീച്ചറിൻ്റെ കുട്ടികൾക്ക് നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മറ്റൊരു കൂട്ടക്ഷരമാണ്. ടീച്ചർ ബോർഡിൽ എഴുതിയിട്ടുണ്ട്, പക്ഷെ എന്താണ് ഏതാണെന്ന് അറിയില്ല. ചെറിയൊരു സാമ്യമൊക്കെ പഠിച്ചിട്ടുള്ളൊരു വേർഡിനോട് അക്ഷരത്തോട് തോന്നുന്നുണ്ട് അല്ലേ? നമുക്ക് വാക്കുകൾ പഠിക്കാം, അപ്പം കിട്ടും. വായിക്കാം. ഒന്നാമത്തെ വേർഡ് പഠിച്ചിട്ട് വാക്ക് പഠിച്ചിട്ട് അതിലൂടെ നമുക്ക് കൂട്ടക്ഷരത്തെ പഠിക്കാം. ഓക്കെ, എന്താണ്? ഈ മനസ്സിലായോ? ഇനിയാണ് കൂട്ടക്ഷരം. ഇതെന്താണ്? ഈ അക്ഷരം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഇതേതാ? ച അല്ലേ? ച. വ്യഞ്ജനാക്ഷരങ്ങളില് രണ്ടാമത്തെ സെക്ഷൻ അല്ലേ? ക, ച, ട, ത, പ. അതില് ച അല്ലേ? ചായാണിത്. എന്തേണെന്നറിയോ? കണ്ട, ഇത്രയേ ഉള്ളൂ. ഇതെങ്ങനെ വായിക്കും? ച. എന്താണ്? ച. ഛ എന്ന് വായിക്കരുത്. ച. എന്താണ്? ച. ഓക്കെ, സ്പ്ലിറ്റ് ചെയ്ത് എഴുതരുത്, ഒരുമിച്ചാണ് എഴുതേണ്ടത്. നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ അങ്ങനെ രണ്ടായിട്ട് എഴുതിയത്. നോക്കുക, ഒരുമിച്ച് എഴുതുന്നത് എങ്ങനെയാന്ന് നോക്കാം. കൈ എടുക്കരുത്, അതേപോലെ തന്നെ തിരിച്ചു വരിക. ഇങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കണ്ടാ? ച. എന്താണത്? ച. കിട്ടിയോ? ഒന്നുകൂടെ എഴുതി നോക്കാം. ഇങ്ങനെ വന്നിട്ട് സാധാ ചായ എഴുതുക നമ്മള്. അവിടുന്ന് കൈ എടുക്കരുത്, ആ ലൈനിലൂടെ തന്നെ വന്നിട്ട് എന്ത് ചെയ്യണം? ഇങ്ങോട്ട് കണ്ടാ? ഇങ്ങോട്ട് ചെരിച്ച് വരയ്ക്കണം. നേരെ ഈ ലൈനിലേക്ക് തന്നെ കൊണ്ടെത്തിക്കണം. ഇതെന്താണ്? ച. എന്താണത്? ച. ഒന്നുകൂടെ എഴുതാം. ശ്രദ്ധിച്ചിരിക്കുക കേട്ടാ. ടീച്ചറിന്റെ കൈ എങ്ങനെയാ പോകുന്നതെന്ന് നോക്കിയിരിക്കാം. ച. കൈ എടുക്കരുത്, അതേ ലൈനിലൂടെ തന്നെ വന്നിട്ട് ഒരു മിനിറ്റ് ഇങ്ങനെ പോവുക. അതേ ലൈനിലൂടെ വന്നിട്ട് ഇങ്ങനെ വരിക, ഇങ്ങനെ ഉണ്ടോ? ഇതെന്താണ്? ച. ഓക്കെ, എന്താണിത്? ച. കിട്ടിയോ? യെസ്. അപ്പോ ഇന്ന് പഠിച്ച കൂട്ടക്ഷരമാണ്, ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച കൂട്ടക്ഷരമാണ് ച. ഉണ്ടോ? ഉണ്ടോ? ഇനി കൂട്ടി വായിച്ചേ. ഈ ച. എന്താണ്? ഈച്ച. എന്താണ്? ഈച്ച. എന്താണ് ഈച്ച? ഹൗസ് ഫ്ലൈ. ഹൗസ് ഫ്ലൈ, അതാണ് ഈച്ച. ഈച്ചനെ കണ്ടിട്ടുണ്ടോ? ഈച്ചനെ കണ്ടിട്ടുണ്ടോ? ഇതാണ് ഈച്ച. എന്താണത്? ഹൗസ് ഫ്ലൈ. ഇതാണ് ഈച്ച. ഉണ്ടോ? ഈച്ച. ഈച്ച. ഇതാണ് ഈച്ച. കാണാൻ പറ്റുന്നുണ്ടോ? ഈച്ച. ഓക്കെ, യെസ്. നമുക്ക് നെക്സ്റ്റ് വാക്കിലേക്ക് പോകാം. ശ്രദ്ധിച്ചിരിക്കുക. എന്താണ്? പ, ഉ, പൂ. ഇപ്പൊ നമ്മൾ പഠിച്ച കൂട്ടക്ഷരം ച വരുമ്പോ പൂ ച. എന്താണ്? പൂച്ച. എന്താണ് പൂച്ച? പൂച്ചയെ കാണാത്തവരാരും ഉണ്ടാവില്ലല്ലോ. ക്യാറ്റ്. ഓക്കെ, പൂച്ച അല്ലേ? യെസ്. അടുത്തത് ഇതെന്താണ്?
പ ച. എന്താണ്? പച്ച. പച്ച. എന്താണ് പച്ച? ഗ്രീൻ കളർ അല്ലെ? നമുക്ക് ഇങ്ങനെയും കൂടെ എഴുതാം. പച്ച നീ റ അം കൂട്ടി വായിക്കുമ്പോ പച്ച നിറം. ഉണ്ടോ? പച്ച നിറം, ഗ്രീൻ കളർ. ഓക്കെ, ഗ്രീൻ കളർ. കണ്ടോ? യെസ്. അടുത്തത് ഓ ച. എന്താണ് ഒച്ച? ഒച്ച. ഒച്ച, ശബ്ദം. ഒച്ച, ശബ്ദം. നെക്സ്റ്റ് ഓ ച. എന്താണ്? ഒച്ച്. എന്താണ്? ഓ ച. അപ്പൊ എന്താ? ഒച്ച്. എന്താണ് ഒച്ച്? സ്നെയിൽ. എന്താണ്? സ്നെയിൽ. ഒച്ചിനെ കണ്ടിട്ടില്ലേ? അല്ലേ? സ്നെയിൽ. അപ്പൊ ഒന്ന് വായിച്ചേ. ഈ ച, ഈച്ച. പൂച്ച, പൂച്ച. പച്ച നിറം കൂട്ടി വായിക്കുമ്പോ പച്ച നിറം. ഒച്ച, ഒച്ച. ഒച്ച്, ഒച്ച്. കണ്ടോ? ഇതാണ് ച വെച്ചിട്ടുള്ള വാക്കുകൾ. ഇനിയും ധാരാളം വാക്കുകൾ നിങ്ങൾക്ക് വായിക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണെങ്കിലും ന്യൂസ് പേപ്പറിൽ നിന്നാണെങ്കിലും നിങ്ങളുടെ മറ്റ് സ്റ്റോറി ബുക്കുകളിൽ നിന്നാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അതിന് വായന മാത്രമേ മാർഗമുള്ളൂ. വാക്കുകളും അക്ഷരങ്ങളും ചിഹ്നങ്ങളും വാക്യങ്ങളും ഒക്കെ ആയിട്ട് പരിചയപ്പെടാനും പൊരുത്തപ്പെടാനും അത് നമ്മൾ സംസാരിക്കുന്നത് ഒരു ഫ്ലോയിൽ സംസാരിക്കാനും ഒക്കെ വേഗത്തിൽ മലയാളം പരിചയപ്പെടാനൊക്കെ വേറെ ഒരു കുറുക്കു വഴിയില്ല. ഒരേ ഒരു വഴിയും കുറുക്കു വഴിയും മാത്രമേ ഉള്ളൂ. ഏതാണത്? റീഡിങ്, വായന. കേട്ടോ? വായന മുടക്കരുത്. എല്ലാ ദിവസവും 15 മിനിറ്റ് വായിക്കാനും എഴുതാനും, ഉറക്കെ പറഞ്ഞെഴുതാനും ഉറക്കെ വായിക്കാനും വെറും 15 മിനിറ്റ് ദിവസം മാറ്റി വെക്കണം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നന്ദി, ശുഭദിനം.